ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ദിവസങ്ങളിൽ ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നതും അവരെ അലട്ടുന്നതുമായ ഒരു വിഷയമാണ് വർദ്ധിച്ചു വരുന്ന ചൂട് എന്നുള്ളത്. വീടുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഉറക്കത്തെയും വിശ്രമത്തെയും അത് ബാധിക്കുന്നുണ്ട്. അങ്ങാടികളിൽ കച്ചവടത്തെ അത് ബാധിക്കുന്നുണ്ട്. ഭാരിച്ച ജോലികൾ എടുക്കുന്ന ആളുകൾക്ക് അവരുടെ ജോലി സ്ഥലങ്ങളിൽ ചൂട് വലിയ നിലക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. സഹോദരങ്ങളെ, നമുക്ക് പുറത്ത് അധികം നേരം നിൽക്കാൻ സാധിക്കുന്നില്ല. ചൂട് കടുക്കുമ്പോൾ നാം വേഗത്തിൽ തണൽ തേടുകയാണ്. ശരീരം തണുപ്പിക്കാനുള്ള സംവിധാനങ്ങളെ മുമ്പില്ലാത്തതിൽ കൂടുതൽ നാം ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ അറിയുക, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ ഏത് പ്രവൃത്തിയിലും തീരുമാനത്തിലും അങ്ങേയറ്റത്തെ യുക്തി ഉണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ് ചൂടിങ്ങനെ നിശ്ചയിച്ചത് എന്നതിനു പിന്നിൽ അല്ല, നമുക്ക് പ്രയാസമുണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്ന അനേകം സൃഷ്ടി ജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ അള്ളാഹുവിന് വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തന്നെ അതിൽ നിന്നൊക്കെ നമുക്ക് ചിന്തിച്ചു മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരുപാട് പാഠങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അതിൽ വെച്ചിട്ടുണ്ടാകും. അതാലോചിച്ച് മനസ്സിലാക്കുന്നവരെ റബ്ബ് സുബ്ഹാനഹു വ തആല പുകഴ്ത്തുകയും അവരാണ് ബുദ്ധിമാന്മാർ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിന്നും ഇരുന്നും കിടന്നും കൊണ്ട് ആലോചിക്കുകയും ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് വ്യഥാ അല്ല, അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും ഈ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ പരലോകത്തിന് വേണ്ടി മാറ്റി തീർക്കുകയും ചെയ്യുന്ന ആളുകൾക്ക്, സഹോദരങ്ങളെ, വലിയ പാഠമുണ്ട്. അവരാണ് ബുദ്ധിമാന്മാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കത്തി പ്രയാസം അനുഭവിക്കുന്ന, തീ പോലെ ജ്വലിക്കുന്ന ഈ ചൂടിൽ, സഹോദരങ്ങളെ, നമുക്ക് ചില പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പാഠം, ഒന്നാമത്തേത്, ഈ ചൂട് നരകച്ചൂടിനെ നമ്മെ ഓർപ്പിപ്പിക്കുന്ന ചൂടാണ്. നരകത്തിലുള്ള കത്തിയാളുന്ന ചൂടിനെ, സഹോദരങ്ങളെ, ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ദുനിയാവിലുള്ള ഒരു ചൂട്, ഒരു ഏപ്രിൽ മാസത്തിൽ, മെയ് മാസത്തിൽ ഇത്രയും ചൂട് ലോകത്ത് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതിനേക്കാൾ 70 ഇരട്ടിയുള്ള നരകത്തിലെ ചൂട്, നരകത്തിലെ തീയിൽ നിന്നും ഉണ്ടാകുന്ന ആ ചൂട്, അതെങ്ങനെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് ഉദ്ധരിച്ചു തന്നല്ലോ. അവിടുന്ന് അറിയിച്ചു, റസൂലുള്ളാഹിന്റെ വാക്കിങ്ങനെയാണ്, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ ഈ ദുനിയാവിൽ കാണുന്ന തീയുണ്ടല്ലോ, അത് നരകത്തീയുടെ 70 മാത്രമാണ്. നരകത്തീക്ക് എത്ര ചൂടുണ്ടോ അതിൽ 70 മാത്രമാണ് ദുനിയാവിൽ നിങ്ങൾ ഈ കാണുന്ന തീയിനുള്ളത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വഹാബികൾ ചോദിച്ചു, ഇൻ കാനത് ലകാഫിയ, റസൂലേ, ചൂടായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ട് ഈ ദുനിയാവിലെ ചൂട് തന്നെ മതിയായതാണല്ലോ. ഖാല ഫുദ്ദിലത് അലൈഹിന്ന ബി 67 ജുസ്അ കുല്ലുഹുന്ന മിസ്ലു ഹർരിഹാ. എന്നാൽ അറിഞ്ഞോളൂതാ, ഇതിനേക്കാൾ 69 ഇരട്ടി ചൂട് നരകത്തിലുള്ള തീയിനുണ്ട്. അതിൽ ഓരോ ഇരട്ടിക്കും ദുനിയാവിലെ ഈ ചൂടോളം തന്നെയുണ്ട് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ അനുഭവിക്കുന്ന ഈ പ്രയാസങ്ങളെക്കാളും 70 ഇരട്ടി ചൂടായിരിക്കും നരകത്തിനുണ്ടാകുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമുക്ക് ഈ ചൂടിൽ ഇരിക്കാൻ സാധിക്കുന്നില്ല, സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കുന്നില്ല. എങ്കിലൊന്ന് ചിന്തിച്ചു നോക്കൂ, വായു സഞ്ചാരമില്ലാത്ത നമ്മുടെ ഖബർ എങ്ങനെയായിരിക്കും? ബർസഖി ജീവിതം എങ്ങനെയായിരിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയാസങ്ങളാണ് ആ ഖബറിലുള്ളത് എങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും ആ ഖബറിൽ നമുക്കുണ്ടായിരിക്കുക? നമ്മുടെ പരലോകത്ത് ഓരോ ഘട്ടങ്ങൾ എങ്ങനെയായിരിക്കും? മഹ്ശറയിൽ എങ്ങനെയായിരിക്കും? നമ്മൾ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. ഇതെനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഇതിനേക്കാൾ എത്രയോ മടങ്ങിരട്ടി ചൂടുള്ള ഒരു കാര്യത്തെ സഹിക്കാൻ സാധിക്കുക? നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ചിന്തിച്ചവരായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മഹാനായ ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഓരോ രാത്രിയിലും വിരിപ്പിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്
അദ്ദേഹം ഇങ്ങനെ ചോദിക്കുമെന്നാണ്. അദ്ദേഹം ഇങ്ങനെ പറയും, അല്ലാഹുമ്മ ഇന്നന്നാറ അദ്ഹബത് അന്നി അൽയൗം, അല്ലാഹുവേ നരകത്തെ കുറിച്ചുള്ള ചിന്ത എന്റെ ഉറക്കത്തെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഈ ചൂടിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴെങ്കിലും നരകത്തെ കുറിച്ച് ചിന്തയിലേക്ക് നമ്മെ കൊണ്ടുപോയിട്ടുണ്ടോ? അതല്ല ഈ ചൂട് ഒഴിവാക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് മാത്രമാണോ നമ്മൾ തേടാറുള്ളത്, മനസ്സിലാക്കാറുള്ളത്, ചിന്തിക്കാറുള്ളത്? സഹോദരങ്ങളെ, നരകത്തിനെ കുറിച്ച് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് അനുഭവിക്കുന്ന കടുത്ത ചൂടെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നരകത്തിന്റെ ഒരു അംശം തന്നെയാണ്, നരകത്തിന്റെ വിശ്വാസമാണെന്ന് അവിടുന്ന് അറിയിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇദശ്തദ്ദൽ ഹർറു ഫഅബ്രിദു ബിസ്സലാ, ചൂട് കടുത്തതായാൽ നിങ്ങൾക്ക് നിസ്കാരത്തെ തണുപ്പിക്കാം. അഥവാ ളുഹർ നിസ്കാരത്തിന്റെ ജമാഅത്ത് അല്പം ചൂടൊക്കെ തണിഞ്ഞതിന് ശേഷം അസ്റിന്റെ തൊട്ടു മുമ്പായിട്ടൊക്കെ നിശ്ചയിച്ചാൽ മതി. ആളുകൾക്ക് പള്ളിയിലും മറ്റുമൊക്കെ നടന്നു പോകാൻ പ്രയാസമാണ്, അങ്ങനെ തണുപ്പിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അറിയിച്ചു, ഫൈന ശിദ്ദത്തൽ ഹരി മിൻ ഫൈഹി ജഹന്നം, കാരണം ഈ കടുത്ത ചൂടെന്ന് പറയുന്നത് നരകത്തീയുടെ ഭാഗമാണ്. എന്നിട്ട് പറഞ്ഞു, വസ്തകത്തിൻ നാറു ഇലാ റബ്ബിഹാ ഫഖാലത്, നരകം അതിന്റെ റബ്ബിനോട് പരാതിപ്പെടുകയാണ്, യാ റബ്ബി അകല ബഅലി ബഅലാ, എന്റെ റബ്ബേ, എന്റെ നരകത്തിന്റെ ഭാഗങ്ങളിൽ ചിലതിനെ ഭക്ഷിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു, അത്രയും കടുത്ത ചൂടാണ്. ഫഅദിന ലഹാ നഫസൈൻ, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് രണ്ട് നിശ്വാസം വിടാനുള്ള അനുമതി നൽകുകയുണ്ടായി. നഫസിൻ ഫിശ്ശിതാ വ നഫസിൻ ഫിസ്സൈഫ്, അതൊന്ന് ചൂടുകാലത്താണ്, മറ്റൊന്ന് ശൈത്യകാലത്താണ്. ഫഹുവ അശദ്ദു മാ തജിദൂന മിനൽ ഹർരി വ അശദ്ദു മാ തജിദൂന മിനൽ സംഹരീർ, നിങ്ങൾക്ക് തണുപ്പ് കാലത്ത് അനുഭവിക്കുന്ന ഏറ്റവും കൊടിയ തണുപ്പും ചൂടുകാലത്ത് അനുഭവിക്കുന്ന ഏറ്റവും കൊടിയ ചൂടും ഈ നരകത്തിന്റെ നിശ്വാസത്തിൽപ്പെട്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, നേർക്ക് നേരെ ഈ ചൂട് നമ്മെ ചിന്തിപ്പിക്കേണ്ടത് നരകത്തെ കുറിച്ച് തന്നെയാണ്, നരകത്തിന്റെ ചൂടിനെ കുറിച്ച് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് രക്ഷ തേടണം. ആ നരകത്തിലേക്ക് എത്തിക്കുന്ന മുഴുവൻ മ്ലേച്ഛമായ പ്രവൃത്തികളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിന് കാവൽ ചോദിക്കണം. അതുകൊണ്ട് കടുത്ത ചൂടുണ്ടാകുമ്പോൾ നമ്മെ ചിന്തിപ്പിക്കേണ്ടത് പരലോകത്തെ കുറിച്ചാണ്, ഖബർ ജീവിതത്തെ കുറിച്ചാണ്, മഹ്ശറെ കുറിച്ചാണ്. ഈ ചിന്തകളാണ് നമ്മെ അലട്ടേണ്ടത്. എനിക്ക് ഇവിടെ ചൂട് സഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വല്ലാഹി എനിക്ക് പരലോകത്ത് ഇതിന് സാധിക്കുകയേ ഇല്ല. അതുകൊണ്ട് എനിക്കൊരിക്കലും സാധിക്കാത്തതായ ആ കാര്യങ്ങളിലേക്ക് എന്നെ എത്തിക്കുന്ന, ദുനിയാവ് മാടി വിളിക്കുന്ന ഏത് ഹറാമുകളാണെങ്കിലും ശരി, അതിൽ നിന്നും ഞാൻ വിട്ടുനിൽക്കേണ്ടതുണ്ട് എന്ന ഏറ്റവും നല്ല ബോധ്യം സഹോദരങ്ങളെ ഈ ചൂട് നമുക്ക് നൽകേണ്ടതുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പാഠം സഹോദരങ്ങളെ, ഇവിടെ ചൂടിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നമുക്ക് വില കൊടുത്തു വാങ്ങാൻ സാധിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വ്യത്യസ്ത മാർഗങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കാറുണ്ട്. എന്നാൽ നാളെ നമുക്ക് വാങ്ങിക്കാനുള്ള ദിർഹമുകളോ ദീനാറുകളോ നമ്മളൊന്നും ഉടമപ്പെടുത്തുകയില്ല. നിങ്ങൾക്കറിയാമല്ലോ, എത്ര വലിയ ധനികനാണെങ്കിലും ശരി, അവൻ ഖബറിലേക്ക് വെക്കപ്പെടുമ്പോൾ അവൻ ഈ ദുനിയാവിലേക്ക് വന്നവനെ പോലെ തീർത്തും ദരിദ്രനായിട്ടാണ്. നാളെ പരലോകത്ത് അവൻ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് അവന് ധരിക്കാൻ വസ്ത്രമില്ല, അവന്റെ കാലുകൾക്ക് അതിന് കാൽപാദങ്ങളില്ല. സഹോദരൻ, കാൽപാദങ്ങൾ അതിന് കൃത്യമായിട്ട് മറക്കാൻ ഒന്നും തന്നെ ഇല്ല, വസ്ത്രങ്ങളില്ല. വിവസ്ത്രനായിക്കൊണ്ട് കയ്യിൽ ദീനാറുകളോ ദിർഹമോ ഇല്ലാത്തവനായിക്കൊണ്ടാണ് എത്ര വലിയ സമ്പന്നനാണെങ്കിലും ശരി അവിടെ എത്തുന്നത്. അവിടെ സമ്പന്നനാകട്ടെ, ദുനിയാവിൽ ഏറ്റവും ദരിദ്രനാകട്ടെ, പരലോകത്ത് അവന്റെ കയ്യിൽ കൊടുക്കലുകൾ വാങ്ങലുകൾക്ക് ഒന്നും തന്നെ ഇല്ല എന്നാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന, മഹ്ശറിൽ ഉണ്ടാകുന്ന ആ ചൂടിൽ സൂര്യൻ ഒരു ചാണ് അല്ലെങ്കിൽ ഒരു മൈൽ അപ്പുറത്തേക്ക് മാത്രം എത്തി നിൽക്കുമ്പോൾ ആ ചൂടിൽ നിന്നും തണലേകാൻ സഹോദരങ്ങളെ നമ്മുടെ അമലുകളല്ലാതെ മറ്റൊരു മാർഗവും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടില്ല എന്നാണ്. ആ മഹ്ശറിൽ സൂര്യൻ അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്തായിരിക്കും ആ ചൂടുണ്ടായിരിക്കുക? നമുക്ക് ദുനിയാവിൽ ഇപ്പോൾ ഈ വെയിലത്ത് ഇറങ്ങി നിന്നുകൊണ്ട് 1 മണിക്കും 2 മണിക്കൊക്കെ നമ്മളൊന്ന് ചുട്ടുപഴുത്ത ഒരു മരുഭൂമിയിൽ ചെന്ന് നിന്ന് നോക്കുക. അതല്ലെങ്കിൽ ഈ താറിട്ട റോഡിൽ കാൽപാദം സഹോദരങ്ങളെ ഒന്ന് വെച്ച് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും ആ ചൂട്? ഒരു 5 മിനിറ്റ് നമുക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. എന്നാൽ നാളെ ഈ സൂര്യൻ 1 മൈലപ്പുറത്തേക്ക് മാത്രമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തുന്നുണ്ട്. എന്തായിരിക്കും ആ ചൂട്? എന്തുമാത്രം വേർത്തായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക? നമ്മുടെ ക്ഷീണം എത്രമേൽ കടുത്തതായിരിക്കും. അവിടെ സഹോദരങ്ങളെ നമുക്ക് മാറി നിൽക്കാൻ ഒരു പീഡയുടെ വരാന്ത ഉണ്ടാവുകയില്ല. AC റൂമുകളുള്ള വീടുകളോ വാഹനങ്ങളോ നമുക്ക് അവിടെ ഇല്ല. നമ്മളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവിടെ ചെന്നെത്തുന്നത്. അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം മനുഷ്യ മനസ്സുകൾ തണലുകളെ തേടുന്നവരാണ്. അവർ ഒരിക്കലും പ്രയാസം അനുഭവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ നാളെ പരലോകത്തെത്തുന്ന വേളയിൽ
നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ നിങ്ങൾക്ക് തണലേകാൻ ഇതായി പറയുന്ന മാർഗങ്ങളാണ്. സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. 7 ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു തണലുമില്ലാത്ത സമയത്ത് അല്ലാഹു പ്രത്യേകമായ തണലുകളെ സൃഷ്ടിക്കുകയും അല്ലാഹു ആ തണൽ നൽകുകയും ചെയ്യും. 7 വിഭാഗം ആളുകളാണ്. ഒന്ന് അൽ ഇമാമു ആദിൽ. അൽ ഇമാമുൽ ആദിൽ നീതിമാനായ ഭരണാധികാരിയാണ്. അവൻ ഏൽപ്പിച്ച ഭരണം നീതിയോടുകൂടി അവൻ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭരണാധികാരിക്ക് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകും. രണ്ടാമത് പറഞ്ഞത് യുവാക്കളെ നിങ്ങളോടാണ്. ശാബുൻ നശഅ ഫീ ഇബാദത്തി റബ്ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നതിലാണ് അവന്റെ യുവത്വം കഴിച്ചുകൂട്ടിയത്. മറ്റു പല കാര്യങ്ങളും ചെയ്യാനുള്ള ആരോഗ്യവും ഒഴിവു സമയം ഉണ്ടായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി അവന്റെ ജീവിതം മാറ്റിവെച്ചവനാണ്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. മൂന്നാമത്തത് സഹോദരങ്ങളെ, മസ്ജിദുകളെ ഇഷ്ടപ്പെടുന്ന അവന്റെ കൽബ് എപ്പോഴും മസ്ജിദുകളുമായി കൂട്ടിയിണക്കപ്പെട്ട ആളുകളെയാണ്. അവന്റെ ചിന്ത എപ്പോഴും മസ്ജിദിനെ കുറിച്ചാണ്. 5 നേരത്തെ നിസ്കാരങ്ങളിൽ മസ്ജിദിൽ ഓടിയെത്തുക എന്ന ചിന്തയാണ്. മസ്ജിദുകളിൽ ഇഅ്തികാഫിരിക്കുക എന്നുള്ള ചിന്തയാണ്. ആ നിലക്ക് മസ്ജിദുമായി എന്നും ബന്ധമാണ്. മസ്ജിദിന്റെ കാര്യമാണ് അവൻ എപ്പോഴും അലട്ടുന്നത്. മസ്ജിദിൽ എങ്ങനെ നന്നാക്കാം എന്ന കാര്യങ്ങളാണ് അവൻ എപ്പോഴും അലട്ടുന്നത്. അങ്ങനെ മസ്ജിദുമായി അള്ളാഹുവിന് വേണ്ടി ഹൃദയബന്ധം സ്ഥാപിച്ചവർ. വറജുലാനി തഹാബ്ബ ഫില്ലാഹ്. പിന്നീട് പറഞ്ഞത് 2 ആളുകളെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന 2 ആളുകൾ. ഇജ്തമഅ അലൈഹി വ തഫറഖ അലൈഹി. അവർക്ക് ഭൗതികമായ മറ്റൊരു താല്പര്യങ്ങളുമില്ല. അവർ പരസ്പരം സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. ഇനി അള്ളാഹുവിന് വേണ്ടിയിട്ട് പരസ്പരം അവർക്ക് വേർപിരിയാനും യാതൊരു പ്രയാസവുമില്ല. കാരണം അവരുടെ സ്നേഹം ദുനിയാവിന്റെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൂട്ടുകെട്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വേർപെടേണ്ടി വരുമ്പോൾ വേർപെടുകയും ചെയ്യുന്ന 2 ആളുകളെ കുറിച്ച് അള്ളാഹു തആല പറയുന്നു. 4മത്തത് വീണ്ടും സഹോദരങ്ങളെ വളരെയധികം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. വറജുലുൻ തലബത്ഹു ഇംറഅത്തുൻ ദാതു മൻസബിൻ വജമാൽ. അങ്ങേയറ്റം ഭംഗിയുമുള്ള അങ്ങേയറ്റം തറവാടിയായ ഒരു സ്ത്രീ ഒരാളെ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഫഖാല ഇന്നനി അഖാഫുല്ലാഹ്. ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യഭിചാര ക്ഷണത്തിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു യുവാവ്, മാറി നിൽക്കുന്ന ഒരു പുരുഷൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തണൽ നൽകുമെന്ന് അറിയിക്കുകയാണ്. വറജുലുൻ തസദ്ദഖ അഖ്ഫാ ഹത്താ ലാ തഅലമു ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. എന്നാൽ എല്ലാവരുമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചെടുത്തു പറയുന്നവരല്ല, മറിച്ച് അവന്റെ വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ പോലും അറിയാതെ, ആരാരും അറിയാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ തണൽ നൽകുമെന്നാണ്. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയ ഫഫാളത ഐനഹു. അതുപോലെ 7മതായി പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചിന്തിച്ച് എപ്പോഴും കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച് മാറിയിരുന്ന് ജീവിക്കുന്ന ആളുകൾ, അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കണ്ണീരിന് പകരമായി നാളെ പരലോകത്ത് തണൽ നൽകും, മഹ്ശറിൽ തണൽ നൽകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇതൊക്കെയാണ് പരലോകത്തുള്ള തണൽ ലഭിക്കാനുള്ള മാർഗങ്ങൾ. ദുനിയാവിലെ മാർഗങ്ങൾ അവിടെ വിലപ്പോവുകയില്ല. വില കൂടിയ എയർ കണ്ടീഷണറുകളോ മറ്റോ കൊണ്ട് നമുക്ക് യാതൊരു തണലും അവിടെ ലഭിക്കുന്നില്ല. മറിച്ച് ദുനിയാവിലേക്ക് മാത്രമുള്ളതാണ്. പരലോകത്ത് സഹോദരങ്ങളെ ഈ പറയുന്ന കാര്യങ്ങളാണ്. മറ്റൊരു ഹദീസിൽ അദീ ഇബ്നു ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയാണ്, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ കുറിച്ച് പറയുകയും അതിൽ നിന്ന് രക്ഷ തേടുകയും ചെയ്തു. അങ്ങനെ മുഖം തിരിച്ചുകൊണ്ട് 3 പ്രാവശ്യം അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, തഖൂ അന്നാറ വലൗ ബിശിഖി തംറ. നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം, അതൊരു ഈത്തപ്പഴത്തിന്റെ ഒരു ചീള് കൊണ്ടാണെങ്കിലും ശരി നരകത്തെ സൂക്ഷിക്കണം. ഫഇല്ലം തജിദു ഫബികലിമത്തിൻ ത്വയ്യിബ. അതൊന്നും കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിലും. അത്ര ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു പറയുകയാണ്. നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് സ്വഹാബികളോട് പറയാൻ, എന്തെങ്കിലും കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അത് ഈത്തപ്പഴത്തിന്റെ ഒരു ചീളാണെങ്കിലും ശരി, നരകത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെ മോചിപ്പിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. മറ്റൊരു ഹദീസിൽ കാണാം, കുല്ലും റിഇൻ ഫീ ദില്ലി സദഖതി ഹത്താ യുഫ്സല ബൈനന്നാസ്. ജനങ്ങൾക്കിടയിൽ തീർപ്പുണ്ടാക്കുന്നത് വരെ ഓരോ മനുഷ്യരും അവരെത്രയാണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുള്ളത് അതിന് സമാനമായ തണലിലായിരിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തണലിലായിരിക്കും അവൻ ഉണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത്, ചൂടുകൾ അനുഭവിക്കുന്ന സമയത്ത്, ഇതിന് ദുനിയാവിൽ ചില മാർഗങ്ങൾ നമുക്ക് സ്വീകരിക്കാം, ഹലാലാണ്, അള്ളാഹു അനുവദിച്ചതാണ്. പക്ഷെ പരലോകത്ത് ഈ മാർഗങ്ങൾ കൊണ്ടായില്ല.
പരലോകത്ത് സഹോദരങ്ങളെ ഇതൊന്നും വാങ്ങിവെച്ചത് കൊണ്ടായില്ല പരലോകത്ത് നമുക്ക് തണുപ്പേകണമെങ്കിൽ, പരലോകത്ത് തണൽ ലഭിക്കണമെങ്കിൽ ഈ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖുലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, മൂന്നാമത്തെ പാഠം ഒരിക്കലും തന്നെ ഈ ചൂട് എന്നുള്ളതോ അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളോ ഒരിക്കലും അല്ലാഹുവിനെ അനുസരിക്കുന്നതിൽ നമുക്കൊരു തടസ്സമായി ഉണ്ടാകാൻ പാടില്ല. നമ്മൾ 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കാനോ അതല്ലെങ്കിൽ നോമ്പ് ഒഴിവാക്കാനോ ഹജ്ജ് ഒഴിവാക്കാനോ ചൂടൊരിക്കലും ഒരു കാരണമല്ല. നോക്കൂ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ നടന്ന ഒരുപാട് യുദ്ധങ്ങൾ വരെ കടുത്ത ചൂടിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും. തബൂക്ക് യുദ്ധത്തിന്റെ വേള അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നുണ്ട്. തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തബൂക്കിലേക്ക് പുറപ്പെടാൻ വിസമ്മതിച്ച, മടി കാണിച്ച ചില മുനാഫിക്കുകൾ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇപ്രകാരമാണ്: ഫരിഹൽ മുഖല്ലഫൂന ബിമഖഅദിഹിം ഖിലാഫ റസൂലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിരായിക്കൊണ്ട് അവരങ്ങനെ തന്നെ മദീനയിൽ തന്നെ ഇരുന്നത് അവർക്ക് വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട്. വകരിഹു അൻ യുജാഹിദു ബിഅംവാലിഹിം ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ അവരുടെ സ്വശരീരം കൊണ്ട് സമ്പത്ത് കൊണ്ട് യുദ്ധം ചെയ്യാൻ അവർക്ക് വെറുപ്പുണ്ടായി. അവർ അതിനു വേണ്ടി പോയില്ല. അല്ലാഹു തആല പറയാൻ, അവരന്ന് ന്യായം പറഞ്ഞത് വഖാലു ലാ തൻഫിറു ഫിൽ ഹർ. പോകുന്ന മുഅ്മിനീങ്ങളെ വിളിച്ചു പറയാൻ, നിങ്ങൾ ഈ ചൂടിലൊന്നും പോയി പുറപ്പെടരുത്, ചൂടിലൊന്നും പോയി നിങ്ങൾ ഇങ്ങനെ അതിനുവേണ്ടി പ്രയാസപ്പെടരുത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കാൻ, ഖുൽ, നബിയെ കൂട്ടരോട് പറഞ്ഞുകൊള്ളുക, ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറ. നരകത്തിലെ ചൂടാണ് ഈ ദുനിയാവിലെ ചൂടിനേക്കാളും കഠിനമായതെന്ന് പറഞ്ഞുകൊള്ളുക. ലൗ കാനു യഫ്ഖഹൂൻ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മതിയായതാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെയുള്ള എത്ര കടുത്ത ചൂടാണെങ്കിലും ശരി, തണുപ്പാണെങ്കിലും ശരി, എന്തു പ്രയാസങ്ങളാണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച നിർബന്ധ കർമ്മങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പാടില്ല. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളിൽ നമുക്ക് എളുപ്പം നൽകിയിട്ടുണ്ട്. നാം നേരത്തെ കേട്ട ഹദീസിൽ ളുഹർ നിസ്കാരം അത് ജമാഅത്ത് ഒരു മസ്ജിദിന്റെ ആളുകൾക്ക് വേണമെങ്കിൽ കടുത്ത ചൂടുള്ള സമയത്ത് ആ ചൂട് തീരുന്ന സമയത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ്. 3 മണിക്കോ 3:15 ഒക്കെ ഒരാൾ ളുഹർ ജമാഅത്ത് കടുത്ത ചൂടുള്ള സമയത്ത് ഒരു മസ്ജിദിൽ മാറ്റിവെക്കുകയും ആളുകൾ അങ്ങനെ ചൂട് മാറിയതിനു ശേഷം മാത്രം മസ്ജിദുകളിലേക്ക് വന്നാൽ മതി എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ അത് ഈ സുന്നത്ത് നടപ്പാക്കലാണ്. അത് സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള ഇളവുകളിൽപ്പെട്ടതാണ്. കാരണം 2 കാര്യങ്ങളിൽ എളുപ്പമുള്ള ഒരു മാർഗമുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ എളുപ്പമുള്ള മാർഗം നമുക്ക് പറഞ്ഞു തരികയും അവിടുന്ന് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ, ആ എളുപ്പം അതൊരു ഹറാമാകാൻ പാടില്ല, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യമാകാൻ പാടില്ല. ചില ആളുകൾ ഈ കാലഘട്ടത്തിൽ ചൂടുണ്ടാകുമ്പോൾ സ്ത്രീകളോട് ആക്ഷേപിക്കാൻ, നിങ്ങൾ ഈ പർദ്ദയും മറ്റുമൊക്കെ ഇട്ട് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ എത്ര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞ് അത് കഴിപ്പിക്കാൻ നിൽക്കുകയാണ് ചില ആളുകൾ. സഹോദരിമാരെ, നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിശ്ചയിച്ച ഹിജാബ് ഇത് നിങ്ങളുടെ പൂർണ്ണമായ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അല്ലാഹു തആല അതിനോരോന്നിനും റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. ചൂട് കാരണം ആർക്കൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിച്ചു കഴിഞ്ഞാൽ, പ്രതിഫലം പ്രതീക്ഷിച്ചാൽ അല്ലാഹു അതിന് നൽകുക തന്നെ ചെയ്യും. അതല്ലാതെ പൊറുതികേട് കാണിക്കാൻ പാടില്ല. ക്ഷമ വേണം സഹോദരങ്ങളെ. ഒരു മുള്ളു കുത്തുന്നതിന് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിന് പ്രതിഫലമുണ്ട് എന്നാണ്. എന്നാൽ അതിനേക്കാൾ എത്ര പ്രയാസമുണ്ട് പലർക്കും. അവരുടെ വീടുകളിൽ എത്ര പ്രയാസങ്ങളുണ്ട്, ഉറങ്ങുന്നതിന് പ്രയാസമുണ്ട്, കുട്ടികൾ കരയുകയാണ്, പ്രയാസങ്ങളുണ്ട്, ജോലി സ്ഥലങ്ങളിൽ പ്രയാസങ്ങളുണ്ട്. ക്ഷമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സ്ത്രീകളെ, നിങ്ങളുടെ ഹിജാബുകൾ അത് നിങ്ങൾ കൃത്യമായി പാലിക്കുക. ഈ ചൂടുള്ള സമയത്ത് നിങ്ങൾ പുറത്തിറങ്ങേണ്ടതില്ല. ചൂട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇറങ്ങിയാൽ മതി. അതാണല്ലോ ബുദ്ധി. അതല്ലാതെ ഹിജാബ് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ സൗന്ദര്യം വെളിവാക്കാൻ ചൂട് ഒരു കാരണമാകരുത്. കാരണം നരകത്തീ അതൊരിക്കലും തന്നെ നിങ്ങൾക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. ദുനിയാവിലെ ചൂട് സഹിക്കാൻ സാധിച്ചേക്കാം, പക്ഷെ നരകത്തീ അത് ഭയാനകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 4-മത്തെ കാര്യം സഹോദരങ്ങളെ, ഒരിക്കലും കാലത്തെ പഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാലത്തെ പഴിക്കുക എന്നുള്ളത് വലിയ തിന്മയാണ്. മനുഷ്യൻ കാണിക്കുന്ന ഏറ്റവും വലിയ തിന്മകളിൽപ്പെട്ടതായി ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസുബ്ബു ബനു ആദമ അദ്ദഹർ.
മനുഷ്യർ ആദം സന്തതികൾ അവർ കാലത്തെ ചീത്ത പറയുന്നുണ്ട്, പഴിക്കുന്നുണ്ട്. വാനദ്ദഹർ, ഞാനാണ് കാലം. വാനദ്ദഹർ ബിയദിൽ ലൈലു വന്നഹാർ, എന്റെ കയ്യിലാണ് രാപ്പകലുകൾ ഉള്ളത്, ഞാനാണ് രാപ്പകലുകളെ മാറ്റുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ ചൂടുണ്ടാക്കുന്നത് അല്ലാഹുവാണ്, തണുപ്പ് നൽകുന്നത് അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ക്ഷമിക്കാനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ തിരക്ക് കൂട്ടുന്ന ആളുകളാകാൻ പാടില്ല. മനുഷ്യന്റെ പ്രകൃതം എന്ന് പറഞ്ഞാൽ തിരക്കാണ്. എല്ലാ കാര്യങ്ങൾക്കുള്ള പരിഹാരം അവർ പെട്ടെന്നുണ്ടാകണമെന്നാണ് അവന്റെ ചിന്ത. ചില കവികൾ പറഞ്ഞു, യതമന്നൽ മർഉ ഫി സ്വൈഫി വശിത, മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കടുത്ത വേനലുള്ള സമയത്ത് അവന് തണുപ്പ് വേണമെന്ന് ആഗ്രഹിക്കും, ശൈത്യം വേണമെന്ന് ആഗ്രഹിക്കും. ഫൈദാ ജാഅ ശിതാഉ വൻകറ, എന്നാൽ ഇതാ ശൈത്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് അവൻ അത് വെറുക്കാൻ. എപ്പോഴാണ് ചൂട് വരിക എന്നാണ് ചിന്ത. ഈ തണുപ്പിന് വേണ്ടത് ചൂട് മതി എന്നാണ്. ചൂടുണ്ടാകുമ്പോൾ തണുപ്പാണ് അവന് വേണ്ടത്. എന്നാൽ തണുപ്പ് വന്നാൽ അവൻ അതിനെ വെറുക്കുന്ന അവസ്ഥയാണ്. മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരവസ്ഥ അവൻ ഒരുപാട് കാലം അതിന് സഹിക്കാൻ സാധിക്കില്ല, തൃപ്തിപ്പെടുകയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ മനുഷ്യൻ അവൻ നാശമടയട്ടെ, എത്ര വലിയ നന്ദികേടാണ് അവൻ കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. സഹോദരങ്ങൾ, അതാണ് മനുഷ്യന്റെ അവസ്ഥ. അവൻ ചൂട് എന്ന് പറഞ്ഞാൽ അല്പം തണുപ്പ് വേണമെന്ന് പറയും, മഴ വേണമെന്ന് പറയും. മഴ എന്നോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവന്റെ പഴിക്കൽ മഴയായിരിക്കും. എന്ത് നശിച്ച മഴയാണ് എന്നാണ് ആളുകൾ പറയുക. ഇന്ന് നശിച്ച ചൂടാണെന്ന് പറഞ്ഞ ആളുകൾ, മഴ വേണമെന്ന് ആഗ്രഹിച്ച ആളുകൾ നാളെ നശിച്ച മഴയാണെന്ന് പറയും. കാറ്റ് വേണമെന്ന് പറഞ്ഞ ആളുകൾ നാളെ കാറ്റ് കൂടിയാൽ നശിച്ച കാറ്റെന്ന് പറയും. സഹോദരങ്ങളെ, അങ്ങനെ ഒന്നിനെയും പഴിക്കാൻ പാടില്ല. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. അതിന്റെ പിന്നിൽ അവന്റെ ഹിക്മത്തുമുണ്ട്. അതുകൊണ്ട് അത് ക്ഷമിക്കുകയാണ് വേണ്ടത്. ഒരിക്കലും അതിനെ പഴിക്കാനോ ചീത്ത പറയാനോ പാടില്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതോടൊപ്പം അഞ്ചാമത്തെ പാഠം സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. അത് നമ്മൾ കൃത്യമായി ഓർക്കുക. ഈ ചൂടത്തും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു AC ഹാളിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിച്ചത്. റബ്ബിന്റെ അനുഗ്രഹമാണ്. പഴയകാലത്ത് പലർക്കും അനുഭവിക്കാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. തണുത്ത വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹമാണ്. ഈ ചൂടത്ത് നമുക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഒരു തണുത്ത വെള്ളം അതൊരാൾക്ക് നമ്മൾ കുടിക്കുന്നത് സഹോദരങ്ങളെ വലിയ അനുഗ്രഹമായിട്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന അവ്വല മാ യുസ്അലു അൻഹുൽ അബ്ദു യൗമൽ ഖിയാമ മിനൻ നഈം അയ്യുഖാല ലഹു, ഒരു മനുഷ്യനോട് പരലോകത്ത് വെച്ച് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന അവൻ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. അവനോട് ചോദിക്കപ്പെടും, അലം നുസഹ്ക ലക ജിസ്മക്, നിനക്ക് നല്ല ആരോഗ്യമുള്ള ശരീരം നൽകിയിട്ടില്ലേ? നല്ല ആരോഗ്യമുള്ള ശരീരം ദുനിയാവിൽ നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. ആരോഗ്യമുള്ളപ്പോൾ മാത്രമേ സഹോദര, രോഗങ്ങൾ വരുമ്പോൾ മാത്രമേ ഓരോ അവയവത്തിന്റെയും ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ഇത് പരലോകത്ത് ചോദിക്കും. പിന്നീട് ചോദിച്ചത് വനുർവീക മിനൽ മാഇൽ ബാരിദ്, തണുത്ത വെള്ളം ഞാൻ നിനക്ക് നൽകിയില്ലേ എന്ന് അല്ലാഹു ചോദിക്കുമെന്നാണ്. കാരണം മനുഷ്യന് കിട്ടാവുന്നതിലും ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് തണുത്ത വെള്ളം എന്ന് പറയുന്നത്. മറ്റെന്ത് പകരം നിൽക്കാത്ത കാര്യമാണ് വെള്ളം. സഹോദരങ്ങളെ, ആ വെള്ളം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവൻ ഇവിടെ ബാക്കിയാകാൻ കാരണമാക്കിയിട്ടുള്ളത്. അതില്ലെങ്കിൽ നമുക്ക് അതിന്റെ പ്രയാസം മനസ്സിലാക്കും. അത് ഒരുപാട് ലഭിക്കുമ്പോൾ ചിലപ്പോൾ ആ അനുഗ്രഹത്തെ കുറിച്ച് നമ്മൾ വില കുറച്ച് കാണും. പക്ഷെ ലഭിക്കാത്ത നേരത്ത് നമുക്ക് കിട്ടുന്ന ഒരിറക്ക് വെള്ളത്തിന് പോലും നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി ഓർക്കും. പക്ഷെ ഈ ഓർമ്മൽ സഹോദരങ്ങളെ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ അത് ചിന്തിക്കേണ്ടതുണ്ട്. ഈ വെള്ളവും മറ്റുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഇറക്കി തന്നില്ലായിരുന്നെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധജലം നമുക്ക് ഇറക്കി നൽകിയില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? എത്ര പ്രയാസത്തിലായി പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ചു കാണാതെ അതിന്റെ വില നമ്മൾ അറിയുക, അത് ചിന്തിക്കുക, ശുക്ർ കാണിക്കുക. ആറാമത്തെ പാഠം സഹോദരങ്ങളെ, വെള്ളമില്ലാത്തവർക്ക് ഇത് സാധിക്കുമെങ്കിൽ നമ്മൾ സ്വതക്ക ചെയ്യുക എന്നുള്ളതാണ്. വെള്ളമില്ലാത്ത ഒരുപാട് നാടുകൾ നമുക്ക് ചുറ്റും ഉണ്ടാകും. അവിടെ വെള്ളം ക്ഷാമം നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ടാകും. വെള്ളമുള്ള ആളുകൾ അത് എത്തിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിച്ചിട്ട് അതിന്റെ മാർഗങ്ങൾ എത്തിച്ചു കൊടുക്കുക. നോക്കൂ, ഒരു മനുഷ്യൻ ഒരിക്കൽ വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്ന ഉമ്മി മാതത്, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ ഉമ്മ മരണപ്പെട്ടു പോയി. അഫ അതസദ്ദഖു അൻഹാ, അവർക്ക് വേണ്ടി ഞാൻ വല്ല സ്വതക്കയും ചെയ്യാൻ പറ്റുമോ? മരിച്ചുപോയ എന്റെ ഉമ്മാക്ക് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി വല്ല സ്വതക്കയും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഖാല നഅം, അവിടുന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാം. ദീൻ ഇസ്ലാമിൽപ്പെട്ട കാര്യമാണ്. മരണപ്പെട്ട ആളുകൾക്ക് പ്രതിഫലം ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സ്വതക്ക ചെയ്യാം, അവരുടെ പേരിൽ സ്വതക്ക ചെയ്യാം. പിന്നീട് അദ്ദേഹം ചോദിച്ചത്, ഖുൽതു ഫഅയ്യു സ്വദഖതി അഫ്ളൽ, എങ്കിൽ ഏത് സ്വതക്കയാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത്? സ്വഹാബികൾ ബുദ്ധിമാന്മാരാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായ സ്വതക്ക ഏതാണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഖിയുൽ മാ, ആളുകൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ആളുകൾക്ക് വെള്ളം കുടിപ്പിക്കുക എന്ന് പറയുന്ന സഹോദരങ്ങളെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള സ്വതക്കയിൽപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് റോഡിലോ മറ്റോ ഒക്കെ വെള്ളം കുടിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ നിശ്ചയിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഇതിൽപ്പെട്ടത് തന്നെയാണ്. വെള്ളമില്ലാത്ത ആളുകൾക്ക് കിണർ കുഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഈ കാര്യത്തിൽപ്പെട്ടതാണ്. വെള്ളമില്ലാത്ത ആളുകൾക്ക് പൈപ്പ് കണക്ഷനുകൾ ഉണ്ടാക്കി
അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, അതെല്ലാം ഇതിൽ പെട്ടതാണ്, പ്രതിഫലം പ്രതീക്ഷിക്കാവുന്ന കാര്യത്തിൽ പെട്ടതാണ്. എന്തിനേറെ പച്ചക്കരളുള്ള ഏതൊരു മൃഗത്തിനും, അതൊരു നായയാണെങ്കിലും ശരി, അത് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന സമയത്ത് അതിന് വെള്ളം കൊടുക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയുള്ള ഒരു നായക്ക് അതിന് വെള്ളമില്ലാതെ ദാഹിച്ചു വലയുന്ന സമയത്ത് ഒരു ദുർമാർഗിയായ ഒരു സ്ത്രീ അതിന് വെള്ളം കൊടുത്തപ്പോൾ അവരുടെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എങ്കിൽ നല്ലവരായ മുഅ്മിനീങ്ങൾക്ക്, നല്ലവരായ വിശ്വാസികൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് പ്രതിഫലം എന്തായിരിക്കും? അങ്ങനെയുള്ളതിന് പ്രതിഫലം സഹോദരങ്ങളെ ചിന്തിക്കുക. അങ്ങനെ ആളുകൾക്ക് സാധിക്കുന്ന രൂപത്തിൽ വെള്ളമില്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. അയൽവാസിയുടെ കിണറിൽ വെള്ളമില്ല, നിങ്ങളുടെ കിണറിൽ വെള്ളമുണ്ട്, അവർക്ക് അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ സഹോദരങ്ങളെ, അത് വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒപ്പം സഹോദരങ്ങളെ, വെള്ളവുമായി ബന്ധപ്പെട്ട ദൂർത്ത് അത് നമ്മൾ തീർത്തും വെടിയേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ സമയത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിനെതിരാണ്. അള്ളാഹു നമുക്ക് വെള്ളം നൽകിയിട്ട്, ഇത്ര വലിയ അനുഗ്രഹം നൽകിയിട്ട് അത് നമ്മൾ അനാവശ്യമായി പാഴാക്കി കളയുക എന്നുള്ളത് സഹോദരങ്ങളെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. കുലു വഷ്റബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, നിങ്ങളത് ഇസ്രാഫ് കാണിക്കരുത്, ദുർവ്യയം കാണിക്കരുത്. കാരണം അത് പിശാചിന്റെ പണിയിൽപ്പെട്ടതാണ്. പിശാചിന്റെ കൂട്ടാളികളാണ് ദുർവ്യയം നടത്തുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇത്തരം സാഹചര്യങ്ങളിൽ വെള്ളം അനാവശ്യമായി ഒഴിവാക്കാതിരിക്കുക, അനാവശ്യമായി പാഴാക്കാതിരിക്കുക. അത് റബ്ബ് സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമ്മളെ പരീക്ഷിച്ചേക്കാം. നമ്മൾ അങ്ങനെ ദുർവ്യയം നടത്തി അഹങ്കാരികളായി തീർന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു കളഞ്ഞ് നമ്മെ പരീക്ഷിക്കാം. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതെല്ലാം ഏതാനും ചില പാഠങ്ങളാണ്. ഇത് നമ്മൾ ഉൾക്കൊള്ളുക. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നിശ്ചയിക്കുന്ന ഏതൊരു പരീക്ഷണത്തിന്റെയും പ്രയാസത്തിന്റെയും പിന്നിൽ ഇതിലേറെ ഹിക്മത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അള്ളാഹു തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഅ്മിനീങ്ങൾക്ക്, മുഅ്മിനാത്തുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ കടബാധ്യതകളിൽ നിന്നും മുഅ്മിനീങ്ങൾക്ക് രക്ഷ നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ പാപങ്ങൾ പുറത്ത് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ ദിഖ്ഖഹാ വജില്ലഹാ സിർറഹാ വഅലാനിയതഹാ صغيرها وكبيرها يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. والله تعالى اعلم، وصلى الله على نبينا محمد وعلى اله وصحبه وسلم.